we will be having our English worship, our prayer line, and then from 9 onwards is the Malayalam session. Praise God for the Oklahoma prayer line, who God has inspired to start this ministry, and we should pray for the leaders of this ministry. Many times, prayer is not our first thought when we go through some problems or trials. We think that we shouldn't go with prayer. Many times we try to solve our problems on our own and try to fix the problems, and when things don't work the way it should, that's when we use prayer as a last resort. But actually, we should be using prayer as a first resort, going to God in prayer with every situation. And many times we do that because we lack confidence in our God and we lack faith, and so we try to do it ourselves, and we realize it is out of our control, and then we expect God to clean up our mess and fix up our mess. But in the Word of God in Hebrews chapter 4, verse 12 to 16, we read, "For the Word of God is living and active, sharper than a double-edged sword. It penetrates even to dividing the soul and spirit, joint and marrow. It judges the thoughts and attitudes of the heart. Nothing in all creation is hidden from God's sight. Everything is uncovered and laid bare before the eyes of Him to whom we must give account." Wow, when we read that first part of Hebrews chapter 4, അറിയിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശത്രുവിന്റെ തലയെ തകർത്ത ദൈവം, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രി സകല ബന്ധനങ്ങളെ അവിടുന്ന് അഴിച്ചു മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമെന്ന് അവിടുത്തെ വചനമാണല്ലോ കർത്താവേ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന നന്മ കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം മുറ്റുമായി എല്ലാ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ എല്ലാവരും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. അടിയങ്ങളെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന പച്ച, ഹല്ലേലൂയ. ഈ പ്രയർ ലൈനിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ജനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അധികം കൃപകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പിന്മയുടെ കാലത്തെ ഹല്ലേലൂയ കോവിഡ് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ അവിടുന്നാണല്ലോ ഞങ്ങളോട് അരുളിച്ചത് കർത്താവേ. ഈ ദിവസങ്ങളിൽ ഒരു വലിയ ആത്മമാരി കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാ രാജ്യങ്ങളിലും അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ, ഹല്ലേലൂയ. അപ്പച്ചാ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. രാത്രി ഞങ്ങൾക്ക് മറുപടി തരുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ, ഹല്ലേലൂയ. പിന്നെയും അവിടുത്തെ കരങ്ങളിൽ, ബലമുള്ള കരങ്ങളിൽ അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാ മാനവും മഹത്വം അവിടുന്ന് തന്നെ എടുക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ വലിയൊരു നാമത്തിൽ അടിയങ്ങൾ താഴ്മയായി യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. സ്തോത്രം. പ്രാർത്ഥന കർത്താവ് മാനിച്ചനായി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇപ്പോൾ ഗാന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. ഹല്ലേലൂയ. സിസ്റ്റർ ബെറ്റ്സി ഫ്രം ഒക്ലഹോമ ലൈനിലുണ്ടോ? ഹല്ലേലൂയ. ഉണ്ട്. സിസ്റ്റർ ബെറ്റ്സി ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചോളുന്നു. ആമേൻ. സ്തോത്രം. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അറിയാവുന്നൊരു പഴയ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോ കൈവിടില്ലെന്നെ. കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോ കൈവിടില്ലെന്നെ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. പോറ്റുന്നവൻ, പുലർത്തുന്നവൻ,
പുലർത്തുന്നവൻ പാലിക്കുന്നോ പരമോന്നതൻ പോറ്റുന്നവൻ പുലർത്തുന്നവൻ പാലിക്കുന്നോ പരമോന്നതൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ മാറില്ലവൻ മറക്കില്ലവൻ മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ മാറില്ലവൻ മറക്കില്ലവൻ മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇനി വചന ശുശ്രൂഷകളുടെ സമയമാണ്. പാസ്റ്റർ ജോൺ വർഗീസ് ലൈൻ കടന്നു വന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന് കർത്താവ് ആത്മാവിൽ എഴുതിയ വചനം ആത്മാവിൽ തന്നെ ശുശ്രൂഷിപ്പാൻ കർത്താവ് സഹായിക്കണം. ഓരോരുത്തർക്കും പ്രാർത്ഥനയോടെ അയക്കാം. അതിനോട് സംസാരിക്കണമെന്ന് സമർപ്പണ മനോഭാവത്തോടെ നാം ഇരിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ആത്മാവ് അടുത്ത കുറച്ച് സമയങ്ങൾ നമ്മോട് സംസാരിപ്പാൻ നമ്മോട് ഇടപെടുവാൻ ഹല്ലേലൂയ നമുക്ക് സമർപ്പണ മനോഭാവത്തോടെ ആയിരിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ അതിനെ ശുശ്രൂഷിക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ക്രിസ്തുയേശുവിൽ കൊതിക്കുന്നു. 1 ദിനവൃത്താന്തം 12-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ക്രോണിക്കൽ 12:22. ദാവീദിനെ സഹായിക്കേണ്ടതിനെ ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്നേ ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മളോട് സംസാരിക്കേണ്ടതിനെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. സ്വർഗീയമായ ദൂത ദൈവത്തിന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് നൽകേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുമുഖത്തേക്ക് ഏഴകൾ നോക്കുകയാണ് നാഥ. ഇന്ന് രാത്രിയിൽ ഇത്രത്തോളം അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ നാഥ. വീണ്ടും അവിടുത്തെ കൺകളിലേക്ക് നോക്കി അവിടുത്തെ കൃപയ്ക്കായി യാചിക്കുകയാണ്. ഞങ്ങളോട് സദാസമയം ഇരുന്ന് അവിടുത്തെ ആലോചന ഞങ്ങളെ ഗ്രഹിപ്പിക്കാമെന്ന് അരുളി ചെയ്ത അവിടുത്തെ ആത്മാവെ, ഇന്ന് രാത്രിയിൽ അവിടുത്തെ ദിവ്യ അരുളപ്പാടുകൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണമുള്ള ജ്ഞാനവും കൃപയും അത് അവിടുത്തെ ജനത്തിന് വിളമ്പി കൊടുക്കുവാനുള്ള അഭിഷേകവും ഏഴയുടെ മേൽ അയക്കുമാറാകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയിൽ കൂടി അവിടുത്തെ നാമം ഉയർത്തപ്പെടുകയും കർത്താവെ, ദൈവമക്കൾക്കെതിരായി നിൽക്കുന്ന എല്ലാ ദുഷ്ടന്റെ പോരുകളും തകർന്നു പോകുവാൻ ഇടയാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. അവിടെയായി ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. എന്തെല്ലാം ഭാരവും ആവശ്യവുമായി ആരെല്ലാം ദൈവസന്നിധിയിലായിരിക്കുന്നുവോ അവർക്കൊക്കെയും വിടുതൽ ലഭിക്കുന്ന രാത്രിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശാന്തര ശക്തികളെ ഫൽസിക്കുകയും ഈ ദേശത്തെ തിരുനാമ മഹത്വത്തിനു വേണ്ടി ആക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമാകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന വചനത്തിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ. ആമേൻ. രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങളെ ഏവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ ഭയത്തോടും ഭക്തിയോടും കൂടെ മാത്രമേ 1 ദിനവൃത്താന്തം 11-ാം അധ്യായം 12-ാം അധ്യായം ഒക്കെ നമുക്ക് വായിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഈ അധ്യായങ്ങളിലാണ്
ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ദാവീദിനെ രാജാവായി ഉയർത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പദ്ധതി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു യഥാർത്ഥ ദൈവ പൈതൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ഭയത്തോടും കൂടെ ആയിരിക്കും ഈ വേദവാക്യങ്ങൾ നോക്കുന്നത്. 1 ദിനവൃത്താന്തം 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോടെ അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയോടെ അരുളപ്പാട് ചോദിക്കായികയാൽ യഹോവ അവനെ കൊന്നു. രാജ്യത്വം ഈശായുടെ മകനായ ദാവീദിനെ കൊടുത്തു. ഒരിക്കൽ വലിയ അഭിഷേക ശക്തിയോടുകൂടെ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുകയും ആത്മാവിന്റെ നിയോഗത്താൽ ശക്തമായി ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ദൈവജനത്തെ ശത്രുവിന്റെ പീഡയിൽ നിന്ന് വിടുവിക്കുകയും ചെയ്ത ഒരു ഭക്തന്റെ അവസാനം ആണ് നാം വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഒരു യഥാർത്ഥ ദൈവപൈതലിനെ വളരെ ഭയത്തോടും പൂർണ്ണ സമർപ്പണത്തോടും കൂടെ മാത്രമേ ഈ വേദഭാഗം വായിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. നമ്മുടെ പരദേശ പ്രയാണം കുഞ്ഞുകളിയല്ല എന്നും ദൈവഭയത്തിലെ ദൈവകൃപയിൽ യഹോവയോടെ ചേർന്നുകൊണ്ട് അവിടുത്തെ ആലോചനയിൽ ജീവിക്കേണ്ടതാണ് എന്നും ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് പോലും ഗ്രഹിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദാവീദിനെ ദൈവം ഉയർത്തിയ ഉയർച്ചയും ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം വായിച്ചതായ 10-ാം അധ്യായം 11-ാം അധ്യായം 12-ാം അധ്യായം ഒക്കെ ആ കാര്യങ്ങളെ പറ്റിയാണ് പരാമർശിച്ചിരിക്കുന്നത്. നാം വായിച്ച വേദഭാഗം ദാവീദിന്റെ അടുക്കലേക്ക് വിവിധ ഗോത്രങ്ങളിൽ നിന്നും കടന്നു വന്ന ആ ജനസമൂഹം ദാവീദിന്റെ കീഴിലായി കഴിഞ്ഞപ്പോൾ ഒരു വലിയ സൈന്യം പോലെയായി. ആ സൈന്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. യഹോവയുടെ അഭിഷക്തന്റെ അടുക്കൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ കടന്നു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റവും അവരിൽ കൂടെ ദൈവം ചെയ്യുന്ന വലിയ പ്രവർത്തനവും ഈ 22-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സൈന്യത്തെ 2 രീതിയിൽ വേണം വീക്ഷിക്കേണ്ടത്. 1 സ്വർഗീയ സൈന്യം, 2 ദൈവത്തിന്റെ സൈന്യമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഭൂമിയിലുള്ള ദൈവമക്കൾ. സ്വർഗീയ സൈന്യത്തെ പറ്റി ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് അവർ യഥാർത്ഥമായി ദൈവത്തിന്റെ മക്കളുടെ സേവാത്മാക്കളാകുന്നു എന്നാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ദൂതന്മാരെ പറ്റി സ്വർഗീയ സൈന്യത്തെ പറ്റി എഴുതിയിരിക്കുന്നത് അവർ നമ്മളുടെയൊക്കെ ദൈവമക്കളുടെ സേവാത്മാക്കളാകുന്നുവെന്നാണ്. ഇവൻ വീണുപോയ ലൂസിഫർ പോലും ഈ ഭൂമി കീപ്പ് ചെയ്യുവാൻ സേവാത്മാക്കളായിട്ടാണ് ആക്കിയിരുന്നത്. ലൂസിഫറും ലൂസിഫറിന്റെ കീഴിലുള്ളതായ എല്ലാ വീണുപോയ വാഴ്ച കാത്തുകൊള്ളാൻ എല്ലാ ദൂതഗണങ്ങളും സേവാത്മാക്കളായി സൂക്ഷിക്കപ്പെട്ടവരാണ്. യാതൊരു ദൂതഗണങ്ങളെയും അല്ലാത്ത രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടതായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. ചിലപ്പോൾ അറിയാതെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഭൂമി ലൂസിഫറിന്റെ ആയിരുന്നു, അത് ആദാമിന് കിട്ടിയപ്പോഴാണ് ലൂസിഫറിന് ദേഷ്യമുണ്ടായത് എന്ന്. ദൈവവചനത്തിൽ ഒരിടത്തും അത് പഠിപ്പിക്കുന്നില്ല. പ്രത്യേക ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് 115-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യത്തിലും പഴയ നിയമത്തിൽ മറ്റു പലയിടങ്ങളിലും പുതിയ നിയമങ്ങളിലും പ്രത്യക്ഷമായും പരോക്ഷമായും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു, സ്വർഗം ദൈവത്തിന്റെ സ്വർഗമാകുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ കാണുന്ന ഭൂമി ഹല്ലേലൂയ സ്തോത്രം ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നതാണ്. ലൂസിഫറെ അതിനെ കാക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും
ദൈവകാലത്തിന്റെ തികവിങ്കൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് വരെയും അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ളതായ ഒരു സൂക്ഷ്മകനായിട്ട് മാത്രമേ ദൈവമാക്കിയിരുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ലൂസിഫറെ പാപം ചെയ്തതിനാൽ ഈ ഭൂമി പാപത്തിൽ അകപ്പെടുകയും ലൂസിഫറിൻ്റെതായിട്ടുള്ളതായ തന്ത്രങ്ങളിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരായ ആദാവും ഹവ്വായും വീണുപോയതിനാൽ അവർക്ക് ലഭിച്ചതായ മാനവജാതിക്ക് ലഭിച്ചതായ ഭൂമി സാത്താന്റെ അധീനതയിൽ ആകപ്പെടുകയുമാണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം അവസാന ആദാമായി രണ്ടാം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് പഴയ പാമ്പായ സാത്താനെ തോൽപ്പിച്ച് മനുഷ്യന്റെ ഹല്ലേലൂയ സ്തോത്രം ആയി ദൈവം കൊടുത്തതായ ഭൂമിയെ അവന് തന്നെ ലഭിക്കേണ്ടതിന് വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യന്റെ വീണ്ടെടുപ്പും ഭൂമിയുടെ വീണ്ടെടുപ്പും നമ്മുടെ കർത്താവിന്റെ വരവിൽ ഹല്ലേലൂയ സ്തോത്രം അത് പൂർണ്ണമായി ഹല്ലേലൂയ താൻ അതിന്റെ പ്രവൃത്തി ചെയ്തു. അത് പൂർണ്ണമായി കർത്താവെ നിറവേറ്റിയെടുക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ സൈന്യം ഇന്യൂമറബിൾ ആണ്, എണ്ണിക്കൂടാതെ വണ്ണമുള്ള സൈന്യത്തെയാണ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ രഥങ്ങൾ ആയിരം കോടിയുമാകും. ഒരു മനുഷ്യൻ എണ്ണിക്കൂടാതെ വണ്ണമുള്ളതായ ഹല്ലേലൂയ സ്തോത്രം ദൂത സഞ്ചയങ്ങളെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ സർവശക്തിയുള്ള ദൈവം അവയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ എല്ലാം ദൈവം ശിക്ഷിക്കുകയും ചിലരെ അന്ത്യ ന്യായവിധിക്കായി ചങ്ങലയിട്ടുകൊണ്ട് അഗാധകൂപത്തിൽ സൂക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ദൂതസഞ്ചയങ്ങളിൽ ഓരോരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം ചില ഭാഗങ്ങളെ ഹല്ലേലൂയ സ്തോത്രം പ്രത്യേക ദൗത്യങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് വലിയ സബ്ജക്റ്റ് ആകിയാൽ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഉദാഹരണമായി ഒരു കാര്യം ഞാൻ പറഞ്ഞ് മുമ്പോട്ട് പോകുവാൻ ക്രിസ്തുയേശുവിൽ കൊതിക്കുകയാണ്. മീഖായേലിനെ പറ്റി നാം പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒക്കെയും വായിക്കുന്നതായ സന്ദർഭത്തിൽ നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ എന്ന് ഹല്ലേലൂയ ദാനിയേലിനോട് പറയുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാർക്ക് വേണ്ടി ദൈവം പ്രത്യേകം നിയോഗിച്ചിരിക്കുന്ന ഒരു പ്രഭുവായ ദൂതനാണ് മീഖായേൽ, ആർക്കേഞ്ചൽ ആണ് മീഖായേൽ എന്ന് വളരെ സ്പഷ്ടമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യഹൂദന്റെ വിടുതലിനോടുള്ള ബന്ധത്തിലൊക്കെ മീഖായേലിനെ പ്രത്യേകമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദാനിയേൽ പ്രാർത്ഥിച്ച സന്ദർഭത്തിലും യഹൂദന്മാരുടെ വിടുതലിനോടുള്ള ബന്ധത്തിലുള്ള ഉത്തരം ലഭിക്കേണ്ടതിന് പാർസി പ്രഭു തടഞ്ഞപ്പോൾ ഹല്ലേലൂയ ഗബ്രിയേലിനെ സഹായിക്കുവാൻ മീഖായേൽ വന്നത് നമുക്ക് ദാനിയേൽ പ്രവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവവചനം പഠിക്കുന്നതായ സന്ദർഭത്തിൽ സ്വർഗീയ സൈന്യം ഹല്ലേലൂയ സ്തോത്രം ദൂത സഞ്ചയങ്ങൾ തന്നെ ഭൂമിയിലുള്ള ദൈവമക്കൾക്ക് ഹല്ലേലൂയ ഭൂമിയിലുള്ള ദൈവ സൈന്യമാകുന്ന ദൈവമക്കൾക്ക് ഹല്ലേലൂയ സഹായമായി നിൽക്കുന്നത് നമുക്ക് പലയിടങ്ങളിൽ വ്യക്തിപരമായും ദേശീയപരമായും കാണുവാൻ സാധിക്കുന്നുണ്ട്. 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാവുന്ന ചില വിഷയങ്ങളാണ് ഞാൻ പറയുവാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം യാക്കോബ് തന്റെ സഹോദരനെ ഭയന്ന് ഹല്ലേലൂയ പദ്ദൻഅരാമിലേക്ക് ഓടിപ്പോകുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ അവൻ ഒരു സ്വപ്നം കാണുന്നു, ഒരു ഗോവേണി കാണുന്നു. അതിന്റെ മുകളിൽ നിന്ന് യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് അവനോട് സംസാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ അവിടെ വെച്ച് ഒരു പ്രാർത്ഥന കഴിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവേ, ഞാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം നീ എന്നെ കാക്കുകയും സമാധാനത്തോടെ എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ട് ചില ഉടമ്പടികൾ ഹല്ലേലൂയ യാക്കോബ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നീ എൻ്റെ ദൈവമായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഉടമ്പടിയാണ് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ഈ യാക്കോബിന്റെ പ്രാർത്ഥന ദൈവം അതേപടി കേൾക്കുകയും യാക്കോബ് പോയിടത്തൊക്കെയും അവനെ കാത്ത് പരിപാലിക്കുകയും ചെയ്തത്
കാണുവാനായിട്ട് സാധിക്കും. രാവും പകലും അവന്റെ ജീവിതത്തിൽ കർത്താവ് അവനെ പ്രത്യേകമായി കാക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ലാബാൻ പലപ്പോഴും അവനെ ചതിച്ചപ്പോഴും ഹല്ലേലൂയ കർത്താവിന്റെ കാവലും പരിപാലനവും അവനോടുകൂടെ ഉണ്ടായിരുന്നു. വിശേഷാൽ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേക കാവല് ദൂതന്മാരോടുള്ള ബന്ധത്തിൽ, സ്വർഗീയ സൈന്യത്തോടുള്ള ബന്ധത്തിൽ കാണുവാൻ സാധിക്കും. ഞാനിവിടെ വായിക്കട്ടെ. യാക്കോബ് തന്റെ വഴിക്ക് പോയി, ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞ ആ സ്ഥലത്തിനെ മഹനയീം എന്ന് പേരിട്ടു. മഹനയീം എന്ന പേരിന്റെ അർത്ഥം ദ ക്യാമ്പ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ക്യാമ്പ് എന്നാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ ഒരു ദൂതസഞ്ചയമാണ്. അന്ന് യാക്കോബ് പ്രാർത്ഥിച്ച സമയം മുതൽ യാക്കോബിനെ കാത്തിരുന്നത് എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യാക്കോബും ലാബാനും മക്കളും ലാബാനോടുകൂടെ ലാബാന്റെ വലിയൊരു ശക്തിയും കൂടെ യാക്കോബിനെ പിന്തുടർന്ന് യാക്കോബിനെ കൊല്ലുവാൻ നോക്കുക സന്ദർഭത്തിലും ദൈവം ലാബാനോട് ഇടപെട്ട് യാക്കോബിനെ രക്ഷിക്കുകയും ദൈവം യാക്കോബിനെ രക്ഷിച്ചതിന് ശേഷം ലാബാനുമായി ഉടമ്പടി ചെയ്ത് യാക്കോബ് തന്റെ പ്രയാണം മുമ്പോട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ സ്വർഗീയ സൈന്യത്തെ, ദൂതസഞ്ചയത്തെ, ദൈവീക സൈന്യത്തെ കാണുകയാണ് യാക്കോബ്. എന്താണ് ഇതെന്ന് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത്? അവൻ ജ്യേഷ്ഠനെ ഭയപ്പെട്ട് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ വെപ്രാളത്തിൽ രാത്രിയിൽ ഓടിക്കൊണ്ടിരുന്നതായ സന്ദർഭത്തിൽ, അവൻ ഭയഭീതിയിൽ കഴിയുന്നതായ സന്ദർഭത്തിൽ അവൻ ഏതൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുവോ ആ പ്രാർത്ഥനയുടെ ഉത്തരം അവൻ മടങ്ങി വന്ന സന്ദർഭത്തിൽ എപ്രകാരം ദൈവം ചെയ്തുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും ദൈവം കേൾക്കുന്നില്ല എന്നൊരു ചിന്താഗതി നമുക്കുണ്ടായേക്കാം. എന്നാൽ അങ്ങനെയല്ല. യാക്കോബ് രാത്രിയിൽ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും അവൻ പോയിടത്തൊക്കെയും ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കുകയും അവൻ എവിടെയൊക്കെ ചതിക്കപ്പെടുവാൻ തക്കവണ്ണം ലാബാൻ അവനിൽ ശ്രമിച്ചുവോ അവിടെയൊക്കെ ദൈവം അത് മാറ്റി അവൻ അനുഗ്രഹമാക്കി മാറ്റുകയും അവൻ തകരപ്പെടുമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ദൈവം തന്റെ ദൂതസഞ്ചയങ്ങളെ, ഒരു വലിയ ദൂത സൈന്യത്തെ അയച്ച് യാക്കോബിന് തുണയായി നിൽക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മക്കൾക്ക് ഒന്നിലധികം ദൂതന്മാർ എപ്പോഴും കാവൽ കഴിയുവാനായിട്ടുണ്ട് എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഈ എളിയ സഹോദരനെ പീഡിപ്പിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മുഖം കാണുന്ന അവരുടെ ദൂതന്മാരെന്ന്. അപ്പോൾ ഒന്നിലധികം ദൂതന്മാർ നമ്മയൊക്കെ കാക്കേണ്ടതിന് വേണ്ടിയുണ്ട്. അപ്പം ദൈവത്തിന്റെ കാവല്, പരിപാലനമൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്നുള്ളത് ഇന്ന് രാത്രി നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ നിസ്സാര പ്രാർത്ഥനകളെന്ന് തോന്നുന്ന പ്രാർത്ഥനകളിൽ പോലും ദൈവത്തിന്റെ ഉത്തരം കണ്ടിരിക്കും എന്നുള്ളത് കാലങ്ങളിലാണ് നാം നന്നായി ഗ്രഹിക്കുന്നത്. ഇന്ന് നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊന്നും വെറുതായി പോയി എന്നൊരിക്കലും നാം ചിന്തിക്കരുത്. കർത്താവ് നമ്മെ പ്രത്യേകമായി സഹായിക്കട്ടെ. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമുക്കറിയാം, യോശുവ, ഹല്ലേലൂയ, സ്തോത്രം, കാത്തിരിക്കുന്നതായ സന്ദർഭത്തിൽ യെരിഹോ കോട്ടയ്ക്ക് ചുറ്റും പോകേണ്ട കാര്യങ്ങളൊക്കെ പറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ യഹോവയുടെ ദൂതൻ ഹല്ലേലൂയ യോശുവയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഹല്ലേലൂയ, ബാരാക്കും ദെബോരയും കൂടെ ഹല്ലേലൂയ, സ്തോത്രം, സീസറയ്ക്കെതിരായി യുദ്ധം ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യുദ്ധത്തിൽ ജയിച്ചതിനു ശേഷം ഹല്ലേലൂയ ദെബോര പാടുന്ന ആ പാട്ടിനകത്ത് സ്വഗതികളിൽ ഹല്ലേലൂയ ദൂതന്മാർ ആകാശമണ്ഡലങ്ങളിൽ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ് ഇത് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നത്? എല്ലാ ദൈവമക്കളും നന്നായി ഗ്രഹിച്ചിരിക്കേണ്ട ഒരു വേദഭാഗമാണ് ഹല്ലേലൂയ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഇൻഫാക്ട് ന്യായാധിപന്മാരുടെ പുസ്തകം ദ ഹോൾ ചാപ്റ്റർ 5 ഹല്ലേലൂയ നന്നായി നാം മനസ്സിലാക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം.
ബാരാക്കും ദെബോരയും ഭൂമിയിൽ യുദ്ധം ചെയ്ത സന്ദർഭത്തിൽ അവർക്കെതിരായി നിന്ന ആകാശത്തിന്റെ ദുഷ്ടാത്മ സേനകളെ തകർക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്വർഗീയ സൈന്യത്തെ കർത്താവ് കൽപ്പിച്ചാക്കിയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നാം ഈ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ദൈവസന്നിധിയിൽ ലഭിക്കേണ്ട ഉത്തരങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികളെ, ദേശാന്തര ശക്തികൾക്കെതിരായി പ്രവർത്തിക്കുന്ന സ്വർഗീയ സൈന്യമുണ്ട് എന്ന് ഇന്ന് രാത്രി നാം ഓർത്തിരിക്കണം. അത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയും ബലവും നൽകുകയും ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. 1 രാജാക്കന്മാർ 1 ദിനവൃത്താന്തം 14-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, ബാഖാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണിയണിയായി നടക്കുന്ന ഒച്ച കേട്ടാൽ നീ പടയ്ക്ക് പുറപ്പെടുക, ഫെലിസ്ത്യരുടെ സൈന്യത്തെ തോൽപ്പിക്കാൻ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. നമുക്കറിയാം, ദാവീദ് രാജാവായതിനു ശേഷം ഫെലിസ്ത്യർ ഒരു പ്രാവശ്യം വന്നു, അവരെ തോൽപ്പിച്ചു. 2ാമത്തെ പ്രാവശ്യവും വീണ്ടും ദാവീദിനെ തകർക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്ന സന്ദർഭത്തിൽ യഹോവയായ ദൈവം ദാവീദിനോട് പറയുന്നതാണ്, ഹല്ലേലൂയ, നീ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ നീ ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. ഹല്ലേലൂയ, ബാഖാവൃക്ഷങ്ങളുടെ മുകളിൽ കൂടി യഹോവയുടെ അണികൾ, ഹല്ലേലൂയ, യഹോവയുടെ സൈന്യം അണിയായി യുദ്ധത്തിന് പോകുന്നത് കാണുമ്പോൾ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങുന്ന ശബ്ദം ഉച്ച നീ കേൾക്കുമ്പോൾ നീ പടയ്ക്ക് പുറപ്പെടുക, സ്വർഗീയ സൈന്യം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് രാത്രി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സ്വർഗീയ സൈന്യമുണ്ട്. നാം ആയിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം ദൂത സഞ്ചയങ്ങളെ കർത്താവ് കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. നാം പോകുമ്പോഴോ വരുമ്പോഴൊക്കെയും കർത്താവിന്റെ കരങ്ങളിലാണ് എന്നുള്ള വിവരം നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ, ഏലിശയുടെ ജീവിതത്തിൽ ഏലിശ ദോഥാനിലായിരിക്കുകയാണ്. ദോഥാനിലുള്ള തന്റെ ഭവനത്തിലായിരുന്നപ്പോൾ സിറിയാക്കാർ അവനെ പിടിച്ചുകൊണ്ട് പോകുവാൻ തക്കവണ്ണം വലിയ ഒരു സൈന്യത്തെ തന്റെ ഭവനത്തിന് ചുറ്റും ആക്കി, ഹല്ലേലൂയ സ്തോത്രം, ആക്കിയതായ സന്ദർഭത്തിൽ പ്രവാചക ശിഷ്യൻ കണ്ടത് ഭയന്നു. എന്നാൽ പ്രവാചക ശിഷ്യന്റെ കണ്ണ് കർത്താവ് തുറന്ന സന്ദർഭത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, പ്രവാചക ശിഷ്യൻ ഒരു കാര്യം മനസ്സിലായി, ഹല്ലേലൂയ, അവരെ ചുറ്റിയിരിക്കുന്ന സിറിയൻ സൈന്യത്തെക്കാൾ വലിയൊരു സൈന്യം, സ്വർഗീയ സൈന്യം, ഹല്ലേലൂയ, ഏലിശയുടെ ഭവനത്തിന് ചുറ്റും കാവലായിട്ടുണ്ട് എന്ന്. നമ്മുടെ പോക്കിലെ വരവിലെ നാം ആയിരിക്കുന്ന പാർപ്പിടങ്ങൾക്ക് ചുറ്റുമൊക്കെ സ്വർഗത്തിലെ ദൂതഗണങ്ങളുടെ കാവലുണ്ട്. അവരൊക്കെ നമ്മുടെ സേവാന്മാക്കളാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് നമ്മെ പറ്റിയുള്ള കരുതല കാവല് എത്ര ഉന്നതമാകുന്നുവെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് ഒരു ദൂതനെ അയച്ച് 1,85,000 പേരെ, ഹല്ലേലൂയ സ്തോത്രം, ഒരു ദൂതൻ ഒരു രാത്രിയിൽ കൊന്ന വിവരം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരിക്കൽ ഞാനൊരു ഹല്ലേലൂയ കഥ, ഹല്ലേലൂയ, TBN-ൽ കൂടെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ട് കാണും. ഹല്ലേലൂയ സ്തോത്രം. ആർതർ ബ്ലെസറിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു തികഞ്ഞ സുവിശേഷകനാണ്. താൻ ഒരിക്കൽ സൗത്ത് അമേരിക്കയിൽ പോയതായ സന്ദർഭത്തിൽ സുവിശേഷ വൈദികൾ തന്നെ കൊല്ലുവാൻ തക്കവണ്ണം തന്റെ വാൻ ചുറ്റും കടന്നു വന്നതായി, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ TBN-ൽ കേട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആർതർ, ഹല്ലേലൂയ സ്തോത്രം, തന്റെ ഡ്രൈവർ ആയിരുന്ന വ്യക്തി, ഹല്ലേലൂയ, ചിന്തിച്ചു, ഹല്ലേലൂയ, ആർതറും അവരെല്ലാവരെയും കൊല്ലും, അതുപോലെ കൊലയാളികളാണ്, ഹല്ലേലൂയ, തന്റെ വാനിന് ചുറ്റും കടന്നു വന്നത്. തന്റെ വാനിനകത്ത് നിറച്ച് ട്രാക്റ്റും പാംലെറ്റ്സും വെച്ചിരിക്കുകയായിരുന്നു. അത്, ഹല്ലേലൂയ, ആർതർ ഇവരെ കണ്ടതായ സന്ദർഭത്തിൽ ഏതായാലും താൻ മരിക്കുവാൻ പോവുകയാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് താൻ ഇറങ്ങി, ഹല്ലേലൂയ, തന്റെ വാനിനകത്തോട്ട് കയറി, ഹല്ലേലൂയ, അതിനകത്തു നിന്നും യേശുക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുന്ന ചില ട്രാക്റ്റുകൾ എടുത്തുകൊണ്ട് തന്നെ കൊല്ലുവാൻ വന്നതായ വ്യക്തികൾക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കതായ സന്ദർഭത്തിൽ ഈ ആർദർ ഒന്നും അറിയുന്നില്ല.
ഓരോരുത്തർ അവരുടെ മുമ്പിൽ ആർദറിന്റെ മുമ്പിൽ വീഴുകയാണ്. എന്നാൽ പേടിച്ച് ഈ വാനിന്റെ ഡ്രൈവർ ആയിരിക്കുന്ന വ്യക്തി ഹല്ലേലൂയ കേൾക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം വലിയ ഒരു യുദ്ധം പുറത്ത് നടക്കുന്നതാണ്. ആർദർ ഒന്നും അറിയുന്നില്ല. അദ്ദേഹം വിചാരിച്ചു ആർദറിനെ കൊല്ലുകയാണ്, ആർദർ തീർന്നുപോയി എന്നാണ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം എല്ലാവരും പേടിച്ച് എഴുന്നേറ്റ് ഓടുന്ന കണ്ട് ഈ ഡ്രൈവർ ഇറങ്ങി വന്നപ്പോൾ ഈ ആർദറിന്റെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ജനം വീണ് ഹല്ലേലൂയ ദൂതന്മാർ ഒരു വലിയ സൈന്യം ഹല്ലേലൂയ സ്തോത്രം ആർദറിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തെ നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ഐ എം ഗോയിങ് ടു കം ഇൻ ടു ദ കൺക്ലൂഷൻ ഓഫ് മൈ മെസ്സേജ്. എന്റെ മെസ്സേജിന്റെ കൺക്ലൂഷൻ ആണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഇതുവരെയും ദൂതന്മാരെ പറ്റിയാണ്, ഹല്ലേലൂയ ദൂത സൈന്യത്തെ പറ്റിയാണ് നാം ചിന്തിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ഭൂമിയിൽ നാം ദൈവത്തിന്റെ സൈന്യമാണ് എന്നാണ് നാം വായിച്ച വേദഭാഗത്തു നിന്നും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന്റെ സൈന്യമാകുന്ന നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുമ്പോട്ട് പോകുകയാകുന്നുവെങ്കിൽ ദൈവത്തിൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം കർത്താവിനെ ഹല്ലേലൂയ നമ്മിൽ കൂടെ വലിയവ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രധാനമായി 1-2 കാര്യങ്ങൾ. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിന്റെ 2-3. ഈ പുറപ്പാട് പുസ്തകം ഈ വേദഭാഗമാണ്. ഹല്ലേലൂയ. ഈ പുറപ്പാട് പുസ്തകം 33 അധ്യായമാണ്. ഇന്ന് 1 ദിനവൃത്താന്തം 12 അധ്യായത്തിന്റെ 22 വാക്യം വായിക്കുവാൻ തക്കവണ്ണം എന്നെ പ്രേരിപ്പിക്കുകയും ഇതുവരെയും ദൂതന്മാരെ പറ്റി പറയുവാൻ തക്കവണ്ണം കാരണമാക്കുകയും ചെയ്തത്. ഇസ്രായേൽ മക്കളുടെ കഠിന പിന്മാറ്റ സന്ദർഭത്തിൽ അവർ കാളക്കുട്ടിയെ വാർത്ത് ഹല്ലേലൂയ മരുഭൂമിയിൽ സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിച്ചതിന് മുഖാന്തരമായിട്ടുണ്ടായ ന്യായവിധിയൊക്കെയും നമുക്ക് നന്നായി പുറപ്പാട് പുസ്തകത്തിൽ അറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം യഹോവയായ ദൈവം ഹല്ലേലൂയ സ്തോത്രം മോശയോട് പറഞ്ഞു, ഞാൻ ഈ ജനത്തിന്റെ നടുവിൽ നടക്കയില്ല, അതിനു പകരം ഞാൻ ഒരു ദൂതനെ അയക്കും. ഹല്ലേലൂയ. ഞാൻ ഈ ജനത്തിന്റെ നടുവിൽ നടന്നാൽ അവർ തകരപ്പെട്ടു പോകും, അവർ പാപമുള്ള ഒരു ജാതിയാണ്. അതുകൊണ്ട് ഞാൻ നടക്കയില്ല, അതിനു പകരം ഞാൻ ഒരു ദൂതനെ അയക്കും, ആ ദൂതൻ നിങ്ങൾക്ക് വഴികാട്ടി കാണിച്ചു തരും. മോശ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയാണ്. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മോശ ദൈവത്തോട് പറയുകയാണ്, അല്ലയോ യഹോവയായ ദൈവമേ, അവിടുത്തെ മഹാശക്തി കൊണ്ട് വീര്യപ്രവൃത്തികൾ കൊണ്ടോ ഹല്ലേലൂയ സ്തോത്രം അവിടുത്തെ ജനത്തെ ഹല്ലേലൂയ സ്തോത്രം മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി ഇത്രത്തോളം കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലില്ലാതെ അവിടുന്ന് ഞങ്ങളുടെ മുമ്പിൽ നടക്കാതെ ഇരുന്നാൽ ഈ ജാതികൾ പരിഹസിക്കുകയും അവിടുത്തെ ജനത്തെ കൊണ്ടൊന്ന് മരുഭൂമിയിൽ ഇല്ലാതാക്കി കളഞ്ഞുവന്ന് പരിഹസിച്ച് പറയുകയും ചെയ്യും. അത് അവിടുത്തെ നാമം ദുഷിക്കപ്പെടും, പാടില്ല ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിനു വേണ്ടി കൊതിച്ച് കരയുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഇത്രത്തോളം ദൂതന്മാർ നമുക്ക് വേണ്ടി ചെയ്യുന്നതും ഇത്രത്തോളം ദൈവം ദൂതന്മാരെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയതുമായ കാര്യങ്ങളാണ് ഹല്ലേലൂയ സ്തോത്രം നാം ചിന്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിലത്തെ മെസ്സേജിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദൂതന്മാരെ കൽപ്പിച്ചാക്കിയതോ ദൂതന്മാർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോ ദൂതന്മാർ യുദ്ധങ്ങളിൽ ജയിച്ചതോ ദൂതന്മാരുടെ ശക്തിയോ ഒന്നുമല്ല. ഹല്ലേലൂയ സ്തോത്രം. മോശ പറയുകയാണ് അതൊക്കെ നല്ല കാര്യമാണ്, എന്നാൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോകണം. ഞങ്ങൾ ജീവിതത്തിൽ കുറവുള്ളവരാണ്, ഞങ്ങൾ ജീവിതത്തിൽ തെറ്റുകൾ കുറവുള്ളവരാണ്. ഞങ്ങൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോയില്ല എങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് വിടരുത് കർത്താവേ. ഈ മരുഭൂമിയിൽ നിന്ന് ഒരടി പോലും മുമ്പോട്ട് പോകുവാൻ അവിടുത്തെ സാന്നിധ്യമില്ലാതൊക്കുകയില്ല. ഇന്ന് രാത്രിയിൽ what we are satisfied with, എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി നാം സംതൃപ്തരായിരിക്കുന്നത് എന്നൊരു ചോദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ കൺക്ലൂഷനിൽ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. Are we satisfied with the angels?
ആർ വി സാറ്റിസ്ഫൈഡ് വിത്ത് അവർ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്? നമ്മുടെ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ കൊണ്ടോ, നമ്മുടെ ആരോഗ്യം കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ, ദൈവം കൽപ്പിച്ചാക്കിയ ദൂതന്മാരെ കൊണ്ടൊക്കെ ആണോ നാം സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത്? അതോ മോശയെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ ഒരു കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? മോശ ഹല്ലേലൂയ കർത്താവിന്റെ സാന്നിധ്യം കൊതിക്കുന്നു. ഹല്ലേലൂയ കർത്താവ് അവനോട് കൽപ്പിക്കുന്നത് വരെ അവൻ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. കർത്താവെ, ഈ ജനത്തിന്റെ കുറവ് ക്ഷമിക്കണമേ. കർത്താവെ, ഇവരുടെ പാപം ക്ഷമിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുറവ് ക്ഷമിക്കണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ വരേണമേ. ഇന്ന് രാത്രി നമ്മളുടെ പ്രാർത്ഥന അതായിരിക്കണം. മറ്റെല്ലാം നമുക്കുണ്ട്, അത് നല്ലത് തന്നെ. ദൂതന്മാരുടെ സാന്നിധ്യം നല്ലത് തന്നെ, എല്ലാം നല്ലത് തന്നെ. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് ഏറ്റവും അധികമായി വേണ്ടത്, നമുക്ക് പരമപ്രധാനമായി വേണ്ടത് നമ്മുടെ കർത്താവിന്റെ തിരു സാന്നിധ്യമാണ്. ദൈവസന്നിധിയിൽ കാത്തിരുന്ന മോശയ്ക്ക് യഹോവയായ ദൈവം വീണ്ടും വാഗ്ദത്തം ചെയ്തു, ഞാൻ നിന്നോടുകൂടെ പോരും, ഞാൻ ഈ ജനത്തോടുകൂടെ പോരും, വാഗ്ദത്ത ദേശത്ത് ഞാൻ കൊണ്ടെത്തിക്കും. നോക്കുക, ഈ വലിയ കഠിന പാപം ചെയ്ത ജനത്തിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ തക്കവണ്ണം കാരണമായത് ഭക്തനായ മോശ ദൈവസന്നിധിയിൽ ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. പാപപങ്കുലമായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവി നിൽക്കുവാൻ കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് ഇറങ്ങി വരയണമേ. ഈ ലോകത്തിൽ കാണുന്ന പാപങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ കൊണ്ട് അവിടുത്തെ സാന്നിധ്യം ഒരിക്കലും വിട്ടുപോകരുതേ. ഇന്ന് രാത്രി അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. അതല്ലേ കർത്താവ് നമ്മളോട് വാഗ്ദത്തം ചെയ്തത്? 2 or 3 പേർ അവിടുത്തെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യത്തിൽ കാണും. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവ് നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിന്റെ ധീര പടയാളികളായി, ദൈവത്തിന്റെ വലിയ സൈന്യമായി, കർത്താവിന് വേണ്ടി യുദ്ധസേവ ചെയ്യുന്നവരായി, കർത്താവിന്റെ ഉള്ളംകൈയിൽ പ്രയോജനപ്പെടുന്നവരായി, അവിടുത്തെ പൂണിയിലെ മിനുക്കി അമ്പായി തീരുവാൻ തക്കവണ്ണം കർത്താവിന്റെ സാന്നിധ്യമാണ് അങ്ങനെ നമ്മളെ ആക്കി തീർക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിലെ നമ്മുടെ പ്രാർത്ഥനയുടെ പരമപ്രധാനമായ കാര്യം, എല്ലാം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, അതിനായിട്ടൊക്കെ സ്തോത്രം ചെയ്യണം. എന്നാൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങളെ കാൽവറിയിൽ വഹിച്ചുകൊണ്ട് അവിടുത്തെ ജീവൻ നമുക്ക് വേണ്ടി തന്ന് അവിടുത്തെ തിരുനിണത്താൽ നമ്മുടെ പാപക്കറകളെ കഴുകിക്കളഞ്ഞ് അവിടുത്തെ കൈകൊണ്ട് നമ്മുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതി നമുക്ക് വേണ്ടി സ്വർഗഭവനങ്ങൾ ഒരുക്കുന്നതായ, നമുക്ക് വേണ്ടി കരുതുന്നവൻ, നമുക്ക് വേണ്ടി കാവൽ ചെയ്യുന്നവൻ, മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായ നമ്മുടെ കർത്താവിന്റെ തിരു സാന്നിധ്യം, അവിടുത്തെ ദൃഷ്ടിയും ഹൃദയവും എന്നോടുകൂടെ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് ശലോമോനോട് ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി എനിക്കുണ്ടായിരിക്കണമേ കർത്താവേ എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഏത് ചുറ്റുപാടിലാണെങ്കിൽ തന്നെയും അവിടുത്തെ സാന്നിധ്യം ഞാൻ കൊതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നാം പാടും പലപ്പോഴും നിൻ സന്നിധി മതി, നിൻ സന്നിധി മതി, നിൻ സന്നിധി മതി എന്ന പാടി കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കാറുണ്ട്. ഇന്ന് രാത്രിയിൽ അതായിരിക്കട്ടെ നമ്മുടെ കൊതി. കർത്താവേ, നിന്റെ സന്നിധി, നിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തെ നിറയ്ക്കുമാറാകണമേ. എന്റെ ഹൃദയത്തിൽ അവിടുന്ന് വാഴണമേ, എന്റെ കുടുംബത്തിൽ അവിടുന്ന് വാഴണമേ, എന്റെ ജീവിതത്തിൽ അവിടുന്ന് ഉണ്ടായിരിക്കുമാറാകണമേ. അങ്ങേ വിട്ടു വിരിഞ്ഞ് ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകരുതേ. ഞങ്ങളുടെ മരുഭൂപ്രയാണത്തിൽ മറ്റെല്ലാം ഉണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഞങ്ങൾ തൃപ്തരല്ല കർത്താവേ. എത്ര ശക്തിയുള്ളൊരു ദൂതനെ ഈ ഭൂമിയിലേക്ക് അയച്ചാലും അതുകൊണ്ട് ഞങ്ങൾ തൃപ്തരല്ല കർത്താവേ. അവിടുന്ന് തന്നെ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ മുഖശോഭ, അവിടുത്തെ കൃപ, ഹല്ലേലൂയ സ്തോത്രം, അവിടുത്തെ മഹത്വം
അത്രേ ഞങ്ങൾ കൊതിക്കുന്നത് എന്ന് ഇന്ന് രാത്രി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മോശയെ പോലെ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് കൃപ തോന്നുന്നവനോട് എനിക്ക് കൃപ തോന്നുന്നു എന്ന് പറഞ്ഞ് മോശയോട് ഇടപെടുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ മോശ ദൈവത്തോട് പറയുന്നു, എനിക്ക് നിന്റെ മഹത്വം ഒന്ന് കാണണം, എനിക്ക് നിന്നെ ഒന്ന് കാണണം കർത്താവേ. മോശ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ, പടിപടിയായി ദൈവത്തോട് അടുക്കുന്ന മോശയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. He was not satisfied with an angel. ഹല്ലേലൂയ, ഒരു ദൂതനെ കൊണ്ട് മോശ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കാരണം മോശയോട് യഹോവയായ ദൈവം പറഞ്ഞു, മോശേ, എന്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്നുള്ള വാഗ്ദത്തം മോശയ്ക്ക് ദൈവം കൊടുത്താണ് അവനെ വേലയ്ക്ക് ഇറക്കിയത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആ വാഗ്ദത്തമാണ് നമുക്ക് ആവശ്യം. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ why should we fear? എന്തിന് നാം ഭയപ്പെടണം? ഇന്ന് രാത്രി നമ്മുടെ കർത്താവിന് സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ സൗഖ്യമാക്കുന്ന കരം നമ്മുടെ മേൽ നീട്ടുകയില്ലേ? ഇന്ന് രാത്രി നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അന്നുള്ള മന്ന അവിടുന്ന് തരുകയില്ലേ? ഇന്ന് രാത്രി നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവരെ അനുഗമിച്ച പാറയിൽ നിന്നും അവർ കുടിച്ചതുപോലെ ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിൽ നിന്ന് കുടിപ്പാൻ നമുക്കിടയായി തീരുകയില്ലേ? ഇന്ന് രാത്രി നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ അകത്തെ കണ്ണു തുറന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കൃപ ലഭിക്കുകയില്ലേ? ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സാന്നിധ്യത്തിനായി നമുക്ക് കൊതിക്കാം. കർത്താവ് നമ്മെ പ്രത്യേകമായി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. 1 മിനിറ്റ് ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവിന്റെ സന്നിധിയിൽ 1 മിനിറ്റ് സമർപ്പിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിനായി ഞാൻ കൊതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ജീവിതത്തിൽ മറ്റെല്ലാം ഉണ്ടെങ്കിലും അവിടുത്തെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ വേണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അവിടുത്തെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അങ്ങേ വിട്ടു പിരിഞ്ഞ് ഒന്നും എന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയാകരുതേ. അങ്ങയോട് ചേർന്ന് കൊമ്പ് മുന്തിരിവള്ളിയോട് പറ്റിച്ചേർന്നിരിക്കുന്നത് പോലെ അങ്ങയോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ എനിക്കിടയാകുമാറാകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കാം. ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, സ്തോത്രം, ദൈവസന്നിധിയിലെ അതിനുവേണ്ടി സമർപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവരായിരിക്കും. എന്നാൽ ഒരു സ്റ്റെപ്പ് കൂടെ കർത്താവെ, അവിടുത്തെ മഹത്വത്തിന്റെ തേജസ് ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ വെളിവായി കാണുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നുവെന്ന് മോശയെ പോലെ നമുക്ക് പറയാം. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം ഹല്ലേലൂയ പൂർണ്ണമായി അനുഭവിച്ചുകൊണ്ട് നമ്മുടെ പരദേശ പ്രയാണം മുമ്പോട്ട് ജീവിപ്പാൻ പൊന്നേശു നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ വചന ശുശ്രൂഷ എന്ന് വിരമിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാമെങ്കിൽ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ, സ്തോത്രം. വചനത്തിന് മുൻപാകെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. മോശയുടെ പോലെ കർത്താവിന്റെ പിന്നെയും കാണുവാൻ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനത്തിന് മുന്നേ അടിയനെ തന്നെ സമർപ്പിക്കുന്ന കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കാൻ, കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുവാനും, കർത്താവ് അടിയന്റെ കുടുംബത്തിനും കൃപ തരണേന്, കുഞ്ഞുങ്ങൾക്ക് കൃപ തരണേന് പ്രാർത്ഥിക്കുന്നു എന്ന് അപേക്ഷിച്ചുകൊണ്ട് സാക്ഷിച്ചിരിക്കുന്നു. താങ്ക് യു. കേൾപ്പിച്ച വചനത്തിന്റെ മുൻപാകെ എന്നെയും കുടുംബത്തെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. മഹത്വത്തിന്റെ തേജസ് ജീവിതാന്ത്യം വരെ പ്രാപിച്ച് ആ മോശയെ പോലെ ജീവിപ്പാൻ ഞാനും ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, രാത്രിയിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഇഴകളാകുന്ന ഞങ്ങൾ കടന്നു വരുന്നു. അവിടുത്തെ തിരു സാന്നിധ്യത്തിനായി ഞങ്ങൾ കൊതിക്കുന്നു നാഥ. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. കർത്താവിനോട് പറ്റിച്ചേർന്നിരിപ്പാൻ തക്കവണ്ണം എല്ലാത്തിനും ഉപരി ഞങ്ങൾക്കിടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം കർത്താവിന്റെ നാമത്തിനെ മഹത്വമായി തീരുവാനും
കൊമ്പ മുന്തിരിവള്ളിയോട് പറ്റിക്കുന്ന പോലൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഇടയാക്കണമേ. കർത്താവിന്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ വലിയൊരു സൈന്യമായി, അവിടുത്തെ ധീര പടയാളികളായി, അവിടുത്തെ പൂണിയിലെ മിനുക്കി അമ്പുകളായി അവിടുന്ന് ഞങ്ങളെ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രിയിൽ അവിടുത്തെ നന്മ കൊണ്ട്, അനുഗ്രഹം കൊണ്ട് തുടർമാനമായി ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അവിടെയായി പ്രാർത്ഥനയിൽ പോരാടുന്ന അവിടുത്തെ മക്കളെയെല്ലാം അവിടുത്തെ കൃപകൾ കൊണ്ട് നിറച്ച് തിരുനാമ മഹത്വത്തിനായി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ആവശ്യവുമായി അവിടുത്തെ സന്നിധിയിൽ ആരെങ്കിലും അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കിയിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം ആ വിഷയങ്ങൾക്കെല്ലാം ഇന്ന് രാത്രി ഉത്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് തരുന്നു. അപേക്ഷകൾ കൈക്കൊണ്ടതിനാൽ സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനോട് പ്രയറിന്റെ പേരിലും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ദൈവത്തോളം സഹായിച്ചതായ ദൈവത്തെ സ്തുതിക്കുന്നു. സകല മഹത്വവും കർത്താവിന് കൊടുക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ കൂടെ നമ്മൾ രാത്രികാലം നമ്മുടെ ഹൃദ്യമായി വളരെ കൃത്യമായി സംസാരിച്ചതായ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് വചനത്തിന് മുന്നിൽ നമ്മൾ തന്നെ സമർപ്പിക്കാം. 1-12-22 ആധാരമാക്കി കർത്താവിന്റെ ദാസൻ നമ്മോട് സംസാരിച്ചു. ദാവീദിനെ സഹായിക്കാൻ ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്ന് ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാവീദിനെ സഹായിക്കുവാൻ അനേകർ അവന്റെ അടുക്കൽ വന്ന് ഒരു വലിയ സൈന്യമായി തീർന്ന സംഭവമാണ് കർത്താവിന്റെ ദാസനോട് വായിച്ചു. എന്നാൽ കർത്താവേ, തിരുനാമ മഹത്വത്തിനായിട്ട് കർത്താവേ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ കർത്താവേ ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഗുണപ്പെടുവാനിടയാക്കണമേ. അനേകർ കർത്താവേ ഓടി വരുവാൻ തക്കോണം, ഓടി വന്ന് രക്ഷപ്പാട് നേടുവാൻ തക്കോണം കർത്താവേ. ദിവസങ്ങൾ കർത്താവ് ഞങ്ങളുടെ സഭായോഗങ്ങൾ, ഞങ്ങളുടെ കൂട്ടായ്മകളൊക്കെയും അതിനിടയാക്കണമേ കർത്താവ്. ഞങ്ങളുടെ സിറ്റികളൊക്കെയും ഉണർത്തപ്പെടുവാൻ ആഗോള വ്യാപകമായ ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രാത്രികാലം അടിയന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഈ സമയത്ത് പ്രളയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരും ദൈവത്തിൽ പരിപാലിക്കണമേ. അവരുടെ പ്രാർത്ഥന എല്ലാം മറുപടി കൊടുക്കണമേ കർത്താവേ. സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മാത്രം എന്ന് പോയി രാത്രികാലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Lord. Praise the Lord. Praise the Lord. Thank you, everybody. Thank you.